5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ കൊച്ചി തീരത്ത് MSM കപ്പൽ മറിഞ്ഞു. അതിൽ നിന്ന് 640ഓളം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു. 12ഓളം കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബൈഡാണ്. അതീവ മാരകമായ വിഷമാണ്. അത് വെള്ളത്തിൽ കലർന്ന പ്രശ്നമാണ്, എണ്ണയിൽ കലർന്ന പ്രശ്നമാണ്. 14 നോട്ടിക്കൽ മൈലിനകത്താണ് ഇത് സംഭവിച്ചത്. 20 നോട്ടിക്കൽ മൈൽ വരെ അത് ബോട്ടിങ്ങും ഫിഷിങ്ങും എല്ലാം നിരോധിക്കുകയൊക്കെ ചെയ്തു. ഒരു 13ഓളം ഹാംഫുൾ ആയിട്ടുള്ള മറ്റ് കണ്ടെയ്നറുകളുമുണ്ട്. അപ്പോൾ 25ഓളം കണ്ടെയ്നറുകൾ, 12എണ്ണത്തിൽ കാൽഷ്യം കാർബൈഡും 13എണ്ണത്തിൽ മറ്റ് ഹാംഫുൾ ആയിട്ടുള്ള 25ഓളം കണ്ടെയ്നറുകൾ, 640ൽ 25ഓളം കണ്ടെയ്നറുകളിൽ മാരകമായ വിഷമുണ്ടായിരുന്നു. പിന്നെ പോളിപ്രൊപ്പലൈൻ പ്ലാസ്റ്റിക് ഉണ്ട്. അത് ദീർഘകാലത്തിൽ കടലിനും കടലെന്ന ആവാസ വ്യവസ്ഥയ്ക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സംവിധാനമാണ്, ഒരു ഘടകമാണ്. അതുപോലെ 84.44 ടൺ മെട്രിക് ടൺ ഡീസൽ ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. ഇത് കടലിൽ ഉണ്ടാക്കുന്ന സ്ഥിതി എന്താ നമുക്കറിയില്ല. 360.1 മെട്രിക് ടൺ ഫർണസ് ഓയിൽ കടലിൽ പോയിട്ടുണ്ട്. അതും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ പോളിസൈക്ലിക് കാർബൺ, ഏറ്റവും അപകടകരമായിട്ടുള്ള പോളിസൈക്ലിക് ഹൈഡ്രോ കാർബൺ ദീർഘകാലം കടലിൽ കിടക്കാൻ സാധ്യതയുള്ള ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു സംവിധാനമാണ്. പിന്നെ വളരെ രസകരമായ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. അതുകൂടി പറയാൻ നമുക്ക് പോകാനാകില്ല. എന്ത് ചെയ്തു വന്നാലും നമ്മുടെ സംവിധാനത്തെ, സിസ്റ്റത്തെ നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരുതരം ഗതികേടാണ്. ആ ഗതികേട് കൂടി നമ്മൾ പറയേണ്ടി വരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ വാർത്ത ആദ്യമായി, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിടുന്നത്. പക്ഷെ അവർ പുറത്തു വിട്ടപ്പോൾ അവർ പറഞ്ഞത് കപ്പൽ വീണതിന് വടക്ക് ഭാഗത്തോട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കണം, വടക്ക് ഭാഗത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ്. പക്ഷേ കടലിൻ്റെ ഭൂമിശാസ്ത്രം അറിയാഞ്ഞിട്ടോ നേരത്തെയുള്ള പഠനങ്ങൾ കൃത്യമായി നടത്താത്തത് കൊണ്ടോ എന്ത് ഗവേഷണ ഫലങ്ങൾ ഇല്ലാത്തതുകൊണ്ടോ തെക്ക് ഭാഗത്തേക്കാണ് കൂടുതൽ പ്രതിസന്ധികൾ വന്നത്. വടക്ക് ഭാഗത്തുണ്ടാകുമെന്ന് പറഞ്ഞത് തെക്ക് ഭാഗത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ 46% പ്രദേശങ്ങളിലും അതുപോലെ തന്നെ മാരിടൈം 80% പ്രദേശങ്ങളും ഒക്കെ നോക്കി നടത്തുന്ന ഒരു സംവിധാനം നമ്മുടെ ഉണ്ട് രാജ്യത്ത്. നമുക്ക് 2016 ഈ പദ്ധതികളെയൊക്കെ നോക്കി നടത്തുന്നതിൽ പൊല്യൂഷൻ ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി 2016 ഒക്ടോബറിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും അല്ലെങ്കിൽ മീറ്റിംഗ് ചേരുകയും 24 കിലോമീറ്റർ കടലിലെയും 40 കിലോമീറ്റർ ഉൾനാടൻ ജലാശയ പ്രദേശത്തെയും പൊല്യൂഷനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സംവിധാനമുണ്ടാക്കി ടെൻഡർ വിളിച്ചു. അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി മീറ്റിംഗ് ഒക്കെ കൂടിയതാണ്. പക്ഷേ എങ്കിലും അത് മുന്നോട്ട് പോയിട്ടില്ല. എന്തുകൊണ്ടാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അത്തരം നിഗമനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാത്തതെന്ന് നമുക്കറിയില്ല. നമുക്കറിയാം നമ്മുടെ സംവിധാനങ്ങളുടെ ഒരു പരിതാപകരമായ അവസ്ഥ നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നുള്ളൂ. അത് നടന്നില്ല. അതേസമയം MSC എന്ന് പറയുന്ന ഈ കപ്പൽ എന്താണ് സംഭവം? മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ പേരാണ് MSC എന്ന് പറയുന്നത്. ലാൻ ലൂയിജി എന്ന് പറയുന്ന ഇറ്റാലിക്കാരൻ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കി നടത്തുന്ന കപ്പൽ കമ്പനിയാണ് MSC മാരിടൈം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞ MSC. അദ്ദേഹത്തിന് 900ഓളം കപ്പലുകൾ ഉണ്ട് ലോകത്ത്, എല്ലാ സമുദ്രങ്ങളുമായി. ലോക ചരക്ക് നീക്കത്തിൻ്റെ 1/5 കൈകാര്യം ചെയ്യുന്നത് ഈ ഇറ്റാലിയൻ കമ്പനിയാണ്. സ്വിറ്റ്സർലൻഡ് കേന്ദ്രമാക്കിയിട്ടാണ് ആ കമ്പനി പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ മാരിടൈം നിയമം അനുസരിച്ച് കപ്പലിൻ്റെ ഉടമകൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വമുള്ളത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ. അതേസമയം ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പറയുന്നത് അതാത് രാജ്യങ്ങൾക്കും ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. എൽസ എന്ന് പറയുന്ന എൽസ 3യുടെ ഫ്ലാഗ് രാജ്യം എന്നുള്ള നിലയിൽ കരീബിയ ടി സാൽവേജ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഇത് ഏൽപ്പിച്ച് അതിൻ്റെ ഇത് നടന്നു വരികയാണ്, ക്ലീനിങ് പ്രോസസ്സ് നടന്നു വരികയാണ്. എന്തായാലും ഒരു കാര്യം വളരെ പ്രധാനമാണ്. നമ്മുടെ കടലിൽ ധാരാളമായി മാരകമായ വിഷവും ഡീസലും എണ്ണയും ഓയിലും മറ്റ് വസ്തുക്കളും പടർന്നിട്ടുണ്ട്. അത് മത്സ്യസമ്പത്തിനെ എത്ര കണ്ട് ബാധിക്കും? ഏതൊക്കെ പ്രദേശത്താണ് അതിൻ്റെ ദുരന്തങ്ങൾ ഉണ്ടാവുക? കാരണം ഈ കണ്ടെയ്നറുകൾ അവിടെ വീഴുന്നതിന് ശേഷം വടക്കോട്ട് പോകുമെന്ന് പറഞ്ഞതിന് ശേഷം തെക്കോട്ട് വന്നുവെന്ന് മാത്രമല്ല, ഏകദേശം തിരുവനന്തപുരത്തിനടുത്തുള്ള കടൽ തീരത്ത് വരെ അത് വന്നു. കരുനാഗപ്പള്ളിയിൽ കണ്ടു, കൊല്ലത്ത് കണ്ടു, തിരുവനന്തപുരത്തിനടുത്തുള്ള കടൽ തീരത്ത് വരെ, അഞ്ചുതെങ്ങിനടുത്ത് വരെ ഇത് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എങ്ങോട്ടാണ് പോവുക? ഈ കടലാണ്, വലിയൊരു ആവാസ വ്യവസ്ഥയാണ്, അവിടെ വെള്ളത്തിലാണ് ഇത് വീണ് കിടക്കുന്നത്. എന്തൊക്കെ ദുരന്തങ്ങളാണ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമാണ്. പക്ഷേ പാനിക്കാവേണ്ട കാര്യമില്ല. മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നതാണ്. നമ്മുടെ മൊത്തം സമ്പത്ത് വ്യവസ്ഥയുടെ ഏകദേശം 25% നമുക്ക് തരുന്ന ഒരു വിഭാഗമാണ് നേരിട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ മത്സ്യസമ്പത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്.
പാനിക് ആവേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ ഗവൺമെൻറ് കുറച്ചുകൂടി സീരിയസ് ആയി പഠനങ്ങൾ, നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തി ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. 2016 പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയമം അല്ലെങ്കിൽ ഒരു യോഗം ചേർന്നിട്ട് ഇന്നേക്ക് ഇപ്പോൾ 8-9 വർഷം കഴിയുന്നു. 9 വർഷം കഴിഞ്ഞിട്ടും അതിനൊരു തീരുമാനമെടുത്ത് ടെൻഡർ ചെയ്ത് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ്, ഉത്തരവാദിത്ത രാഹിത്യമാണ്. ആ നിലയിൽ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സംവിധാനങ്ങൾ എത്ര കണ്ട് ഇതിനൊക്കെ ഒരുക്കമുണ്ട് എന്ന്, അത് സുനാമി വന്നപ്പോഴാകട്ടെ, ഉരുൾപൊട്ടൽ വന്നു, അതുപോലെ തന്നെ പ്രളയം വന്നു, ഇങ്ങനെ എന്ത് വന്നാലും അതിൻ്റെ മുന്നൊരുക്കത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കേരളം വീണ്ടും ബിഗ് സീറോയായി മാറുന്നു എന്നുള്ളത് വളരെ പരിതാപകരമായൊരവസ്ഥയാണ്. എന്തായാലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും കേരള സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയുമെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് നമുക്ക് കരുതാം. തീർച്ചയായിട്ടും നമ്മുടെ കടൽ തീരത്തിൻ്റെ ഈ സംവിധാനങ്ങളെ, എക്കോസിസ്റ്റത്തെ, ആവാസ വ്യവസ്ഥയെ നന്നായി പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാവുക. ഇപ്പോൾ സംഭവിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ കഴിയില്ല. ഇത് അപകടകരമായി സംഭവിച്ചത് എങ്ങനെ, ആരുടെയെങ്കിലും കുത്തിത്തിരിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയോ ഒക്കെ ഉണ്ടെന്നുള്ളത് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം ഉൾപ്പെടെയുള്ള അന്വേഷണം നടക്കട്ടെ. അന്താരാഷ്ട്ര ഏജൻസികൾക്കനുസരിച്ച്, കരാറുകൾ അനുസരിച്ച്, മാരിടൈം നിയമം അനുസരിച്ച് കേരള സർക്കാരിന് ഇതിനകത്ത് FIR ഇടാവുന്നതാണ്. പക്ഷേ നാളിതുവരെ FIR ഇട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും ഒരു വലിയ പ്രശ്നമാണ്. ഏത് രാജ്യത്ത് വെച്ചാണോ സംഭവിക്കുന്നത് ആ രാജ്യത്തിലെ ജനങ്ങളുടെയും മത്സ്യസമ്പത്തിൻ്റെയും തീരദേശത്തിൻ്റെയും സുരക്ഷിതത്വത്തെ കണക്കിലാക്കുകയും ആ രാജ്യത്തിലെ ഗവൺമെൻറ്റിന് തീർച്ചയായും FIR ഇടാം, കേസെടുക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ അത് നടന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. അത് നടന്നിട്ടില്ല എങ്കിൽ അടിയന്തരമായി കേരള സർക്കാർ അതിനകത്ത് നടപടിയെടുക്കണം, കേസെടുക്കേണ്ടതുണ്ട്. കപ്പലുടമ ചെയ്യേണ്ട കാര്യങ്ങൾ കപ്പലുടമയെ കൊണ്ട് ചെയ്യിക്കണം, സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്യണം. അപ്പോഴും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ആ ഫയൽ അവിടെ തന്നെ ഉണ്ടല്ലോ, 2016 മുതൽ ഫയൽ ഉണ്ടല്ലോ. അതിലൊക്കെ വളരെ പെട്ടെന്ന് തീരുമാനമെടുത്ത് ഇതിൻ്റെ നമ്മുടെ ആവാസ വ്യവസ്ഥയെ രക്ഷിക്കേണ്ടത് കടലിൻ്റെ രക്ഷയ്ക്കും ആവശ്യമാണ്. കരയിലുള്ള ജനങ്ങളുടെ മത്സ്യസമ്പത്ത് ധാരാളമായി ഭക്ഷിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ കരയിലുള്ളവരുടെ ജീവനും ഇത് ഒരു വലിയ ഭീഷണിയാണ്. ആ നിലയിൽ ഉയർന്ന് പ്രവർത്തിക്കുവാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ എന്ന്, അല്ലെങ്കിൽ കഴിയും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ തീർച്ചയായും നമ്മുടെ കടപ്പലിലുണ്ടായി പോയിട്ടുള്ള ഈ കപ്പലിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് കടലിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാമെന്ന് കരുതുന്നു.